ഒരാള് നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ജീവിതം മാറാൻ സാധ്യതയുണ്ടോ? അതിനുള്ള മറുപടിയാണ് ഈ കഥ. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഒരുപാട് ജോലികൾ ചെയ്തിട്ടാണ് മിൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പകൽ സമയത്ത് ക്യാനുകൾ സപ്ലൈ ചെയ്യാൻ പോവും. രാത്രിയാവുമ്പോൾ ഒരു പാർക്കിംഗ് ലോട്ടില് ജോലിയുണ്ട്. അവിടെ മുന്നേ ജോലി ചെയ്തിരുന്ന അപ്പൂപ്പൻ വേറൊരു സിറ്റിയിലേക്ക് മാറിപ്പോകുന്നതുകൊണ്ടാണ് മിന്നിനിപ്പോ ആ ജോലി ലഭിച്ചിട്ടുള്ളത്. അവൻ അവിടുത്തെ ടിവിയിൽ ഒരു ബോക്സിംഗ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അങ്ങോട്ട് ജോങ്ഹോ വരുന്നത്. അവൾക്ക് കണ്ണ് കാണില്ലായിരുന്നു. മുന്നുണ്ടായിരുന്ന അപ്പൂപ്പനാണെന്ന് വിചാരിച്ചിട്ട് അപ്പൂപ്പന് വേണ്ടി കൊണ്ടുവന്ന ഓറഞ്ച് അവന് കൊടുക്കുന്നുണ്ട്. അപ്പൂപ്പനും അവളും കൂടിയിട്ടാണ് പല ഡ്രാമകളും മൂവീസും ഒക്കെ കാണാറുള്ളത്. അപ്പൂപ്പൻ സ്ഥലം മാറി പോയതറിഞ്ഞ് ജോങ്ഹോ പോവാൻ ഇറങ്ങുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോ മിൻ അവളോടൊരു പ്രോഗ്രാം വേണമെങ്കിൽ കണ്ടിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ അവര് രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ടാണ് ഒരു ഡ്രാമ കാണുന്നത്. കണ്ണ് കാണില്ലെങ്കിലും ഒരുപാട് സന്തോഷത്തോടെ ആസ്വദിച്ചാണ് ജോങ്ഹോ ആ ഡ്രാമ കണ്ടിരുന്നത്. അവളിരുന്ന് കാണുന്നത് കണ്ടിട്ടുള്ള കൗതുകത്തില് അവനും അവളെ നോക്കിയിരുന്നു പോയി. പോകുന്നതിന് മുന്നേ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഫുഡ് അവന് കൊടുത്തിട്ട് പോകുന്നുണ്ട്. അവിടെയുള്ള ജാസ്മിൻ പ്ലാന്റിന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വെള്ളം ഒഴിക്കണമെന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുമാണ് ജോങ്ഹോ അവിടെ നിന്ന് പോകുന്നത്. അവളൊരു കോൾ സെന്ററിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ വിളിക്കാറുള്ള കസ്റ്റമേഴ്സ് മിക്കവാറും ചൂടിലൊക്കെ ആണെങ്കിലും അവൾ അത്യാവശ്യം നന്നായി തന്നെ അവരെയൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ അവളുടെ മാനേജർ ഒരു വഷളനാണ്. അയാൾ പറ്റുമ്പോഴൊക്കെ ജോങ്ഹോനെ തൊടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ജോങ്ഹയ്ക്ക് അതൊക്കെ സഹിച്ചിരിക്കാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. മിന്നൊരു ബോക്സിംഗ് ജിമ്മിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ ഓണറിന് സ്വന്തം മക്കളെക്കാൾ ഇഷ്ടം മിന്നിനോടായിരുന്നു. മിന്നിനെ ചാമ്പ്യൻ ആക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അയാള്. ഇവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പൊ അത്ര നല്ലൊരു ടേംസിലല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. മിന്നായാലും ബോക്സിംഗ് നിർത്തിയിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു. 1999 ബോക്സിംഗ് ചാമ്പ്യൻ ആയിരുന്നു മിൻ. എല്ലാ മാച്ചും നോക്കൌട്ട് ചെയ്തിട്ടാണ് മിൻ ജയിച്ചത്. ആ സമയത്ത് ഫൈനലില് മിൻ തോൽപ്പിച്ചവൻ ഇപ്പൊ അവിടുത്തെ മെയിൻ ഒരു ബോക്സറാണ്. അവൻ മിന്നിനെ കാണുമ്പോൾ ഒരു മാച്ചിന് വിളിക്കുന്നുണ്ട്. പക്ഷെ മിൻ അതിന് ഇല്ല എന്നാ പറയുന്നത്. ഇത് കണ്ട് ഓണർ അവിടേക്ക് വരുമ്പോ അയാളും ഒരു റൗണ്ടെങ്കിലും കളിക്കാനായിട്ട് മിന്നിനോട് പറയുന്നുണ്ട്. അപ്പോഴും മിൻ ഇല്ല എന്ന് പറയുമ്പോൾ ദേഷ്യം വന്നിട്ട് ഓണർ അവനോട് അവിടുന്ന് ഇറങ്ങി പോവാൻ പറയുന്നു. ഒരുമിച്ചുള്ള TV കാണല് അവര് തുടർന്നുകൊണ്ടേയിരുന്നു. ഏത് ടൈപ്പ് ഷൂസാ ഇട്ടിരിക്കണേ, എന്ത് ഡ്രസ്സാ ഇട്ടിരിക്കണേ, കമ്മൽ എങ്ങനത്തെയാ, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മിന്നിനോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് ജോങ്ഹോ. പിന്നെ മിൻ അവളെ കാത്തിരിക്കാൻ തുടങ്ങി. അവനും ഒത്തിരി എൻജോയ് ചെയ്തിരുന്നു അവളുടെ കമ്പനി. അവൾക്ക് പലപ്പോഴും മറ്റുള്ളവരെക്കാളും ഒരുപാട് ഇമോഷൻസ് ഫീൽ ചെയ്യാൻ പറ്റിയിരുന്നു. അവൾക്ക് കാണാൻ സാധിക്കില്ലല്ലോ. ഒരു ദിവസം മൂവി കഴിഞ്ഞ് ജോങ്ഹോ അവിടെ നിന്ന് പോകുമ്പോൾ പാർക്കിംഗ് ലോട്ടിക്ക് വന്ന ഒരു കാറ് തട്ടിയിട്ട് അവളുടെ കാലിന് പരിക്ക് പറ്റുന്നുണ്ട്. മിൻ അപ്പൊ തന്നെ അവളെ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയിട്ട് വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കുന്നുണ്ട്. അങ്ങോട്ട് പോണ വഴിയില് കുറച്ചു ദൂരം നടക്കാനുണ്ടായിരുന്നു. ആ ദൂരം മുഴുവൻ മിൻ അവളെ എടുത്തുകൊണ്ടാണ് പോയത്. ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവിടെ എത്തുമ്പോഴേക്കും മിൻ ഒരു വഴിയായിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രെയിനേജ് ബ്ലോക്ക് ആയത് മിന്നിനോട് പറഞ്ഞിട്ട് അവള് ശരിയാക്കിക്കുന്നുണ്ട്. ഇത്ര ദൂരം അവൾ അവിടെ കൊണ്ടുവന്ന് ആക്കിയതിന്റെ ഒരു സന്തോഷത്തിന് മിന്നിനൊരു കൺസേർട്ടിന്റെ ടിക്കറ്റും കൊടുക്കുന്നുണ്ട്. അത് അവര് രണ്ടുപേരും കൂടി പോവാനും തീരുമാനിച്ചു. ഒരു ഡേറ്റിനൊക്കെ പോകുന്ന പോലെ വളരെ സന്തോഷത്തിലായിരുന്നു കൺസേർട്ടിന് പോവാനായിട്ട് ജോങ്ഹോ. അന്ന് രാവിലെ പോയിട്ട് ഹെയർ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഹെയർ ആയിരുന്നു. അവിടെ പോയി ഒരു കോലാക്കി എടുക്കുന്നുണ്ട്. ഒരുങ്ങി വന്ന അവളെ കാണുമ്പോൾ മിന്നിനൊരു ചിരിയാണ് വരുന്നത്. കൺസേർട്ടിന് എത്തിയിട്ട് ആസ് യൂഷ്വൽ ജോങ്ഹോ വളരെയധികം ആസ്വദിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മൂവി ആയാലും കൺസേർട്ട് ആയാലും മിന്നിന്റെ ഷോ പിന്നെ ജോങ്ഹോയുടെ മുഖത്താണല്ലോ. അവൻ അവളെ നോക്കി ആസ്വദിക്കുന്നുണ്ടായിരുന്നു. കൺസേർട്ടിന് ശേഷം അവർ രണ്ടുപേരും കൂടിയിട്ട് അവൾ എപ്പോഴും അവളുടെ അച്ഛന്റെ കൂടെ പോവാറുള്ള ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു. ജോങ്ഹോയ്ക്ക് ഇപ്പോ ആരുമില്ല. കാഴ്ച നഷ്ടപ്പെടുന്നതിന് മുന്നേ അവള് സ്കൾപ്ചർ ആണ് ചെയ്തിരുന്നത്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിന്നിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ജോങ്ഹോയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അവൾ അവനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവളെ ഇഗ്നോർ ചെയ്യാണ് ചെയ്യുന്നത്. കുറച്ച് ദേഷ്യപ്പെടുന്ന ഒരു ടോണിലാണ് അവൻ അവളോട് മറുപടി പറഞ്ഞത്. അത് കേട്ടപ്പോ ജോങ്ഹോയ്ക്കും വിഷമായി. തിരിച്ചവള് വീട്ടിൽ കൊണ്ടുവന്നാക്കി അവൻ പോവാൻ നിൽക്കുമ്പോ അവൾ ഒരു സോറി ഒക്കെ പറഞ്ഞിട്ടാണ് അവനോട് ഗുഡ് ബൈ പറയുന്നത്. അവനെ കുറിച്ച് പറയാൻ നാണക്കേടായിരുന്നു. അതുകൊണ്ടാണ് അവൻ അപ്പോ പറയാനൊന്നും മടിച്ചത്. ഇപ്പൊ അവൻ എല്ലാം തുറന്നു പറയുന്നുണ്ട്. അവന് 30 വയസ്സാണ്. മുന്നൊരു ബോക്സർ ആയിരുന്നു. അത്ര നല്ലവനൊന്നും ആയിരുന്നില്ല അവൻ മുന്ന്. ഇപ്പൊ അങ്ങനെ അല്ലാതിരിക്കാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞിട്ടാണ് അവൻ അവിടുന്ന് പോകുന്നത്. ഒരു ദിവസം വീണ്ടും ജിമ്മിന്റെ ഓണറിനെ മീറ്റ് ചെയ്യുന്നുണ്ട് മിൻ. അവൻ എവിടെയായിരുന്നു എന്ന് അവനോട് അയാൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അവൻ 4 കൊല്ലം ജയിലിലായിരുന്നു എന്നാണ്. ബോക്സിംഗ് എല്ലാം നിർത്തിയതിനു ശേഷം കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്തവരുടെ കയ്യിൽ നിന്ന് തല്ലി കാശ് വാങ്ങിച്ചു കൊടുക്കുന്ന ജോലിയായിരുന്നു അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ അറസ്റ്റിലായിട്ടാണ് ജയിലിൽ കിടന്നതും. ഒരു ദിവസം ജോലിക്കിടയിൽ
ടൈമില് ജോങ്ഹോയുടെ മാനേജർ അവളെ വിളിച്ചുകൊണ്ടുപോയിട്ട് സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ജോങ്ഹോയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ, എന്താ പറയാതിരുന്നേന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇന്ന് വൈകുന്നേരം ഡിന്നർ ഒരുമിച്ചാവാം എന്നൊക്കെ പറയുമ്പോൾ ജോങ്ഹോ വേറെ പ്ലാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോയി. അന്ന് വൈകുന്നേരം ജോങ്ഹോനെ ഫോളോ ചെയ്ത് അയാൾ വന്നിട്ട് വീട്ടിൽ അതിക്രമിച്ച് കയറി അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഭാര്യനെ തല്ലിയതിന്റെ പേരിൽ ഡിവോഴ്സ് ആയിട്ടിരിക്കുന്നവനാണ് ഇവൻ. ഭാഗ്യത്തിന് കൃത്യസമയത്ത് മിൻ അങ്ങോട്ട് വരുന്നുണ്ട്. അവനെ തല്ലി കൊന്നില്ലാന്നേ ഉള്ളൂ. ജോങ്ഹോ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവനെ വെറുതെ വിടുന്നത്. എന്നാലും അവന്റെ കൈ ഒടിച്ചിട്ടാണ് മിൻ അവനെ വിടുന്നത്. ജോങ്ഹോ ഒരു നന്ദി പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? എന്റെ ജോലി പോയാലോ? അതായിരുന്നു ജോങ്ഹോയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ആവലാതി. ഈ ഒരു അവസ്ഥയിൽ അവൾക്ക് ജോലി വേറെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ടായിരിക്കാം. മിൻ പറയുന്നത്, എന്തിനാ ഇത്രയൊക്കെ ആയിട്ടും ഇങ്ങനൊരു ജോലി? നിനക്ക് അത് റിസൈൻ ചെയ്തുകൂടെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം, അങ്ങനെയാണ് മിൻ പറയുന്നത്. പക്ഷെ ജോങ്ഹോ അപ്പോഴും ഈ നടന്നതിന്റെ ഒക്കെ ഒരു ഷോക്കിലായിരുന്നു. മിന്നിനോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അടുത്ത ദിവസം പോയിട്ട് അവള് ആ ജോലി റിസൈൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മിന്നിനെ കാണുമ്പോൾ എന്നെ ഈ വീക്കെൻഡ് ഒന്ന് പുറത്തു കൊണ്ടുപോകണം, എന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞതല്ലേ, ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റില്ലേ? അങ്ങനെയാണ് ജോങ്ഹോ ചോദിക്കുന്നത്. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ അവർ രണ്ടുപേരും ഒരുപാട് അടുത്തിട്ടുണ്ടായിരുന്നു. വീക്കെൻഡിൽ പുറത്തു പോകാനായിട്ട് ജോങ്ഹോനെ പിക്ക് ചെയ്യാൻ വരുമ്പോൾ മിന്നൊരു ഡോഗിനെ കൂടെ കൊണ്ടുവരുന്നുണ്ട് അവൾക്ക് കൊടുക്കാൻ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ജോങ്ഹോയ്ക്ക് ഒരു ഗാർഡ് ഡോഗിനെ പോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ റിട്രീവറിനെയാണ് മിൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. ജോങ്ഹോയ്ക്ക് ഒരുപാട് ഇഷ്ടമായി അവനെ അവര് ഈസി എന്ന് പേരിട്ടു. അതിമനോഹരമായ ഒരു റിവറിന്റെ അവിടേക്കാണ് മിൻ ജോങ്ഹോനെ കൊണ്ടുവന്നത്. അവൻ വളർന്നത് ഒരു ഓർഫനേജിലായിരുന്നു. ഈ പുഴയുടെ അപ്പുറത്തായിരുന്നു ആ ഓർഫനേജ് ഉണ്ടായിരുന്നത്. പക്ഷെ ഏതോ ഒരു സമയത്ത് വെള്ളപ്പൊക്കത്തിൽ അത് താഴെയായി. ഇപ്പൊ ആ ഓർഫനേജ് ഇല്ല. അവിടെ നിന്ന് 2 കല്ലുകൾ എടുത്തിട്ട് ആ കല്ലുകൾ അവർ രണ്ടുപേരെയും റെപ്രസെന്റ് ചെയ്യും. ഞാനില്ലാത്തപ്പോഴും ഇത് കൂടെ ഉണ്ടെങ്കിൽ അതായിരിക്കും എന്റെ പ്രസൻസ് നിന്നെ അറിയിക്കുന്നത്. ജോങ്ഹോയും മിന്നും പിന്നെ അവരുടെ ഡോഗിയും കൂടിയിട്ട് അവരൊരു ചെറിയ ഫാമിലി ആയിട്ട് അവരുടെ ലൈഫ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. വീട് കാര്യമായിട്ട് തന്നെ ഒന്ന് മോടി പിടിപ്പിക്കുന്നുണ്ട് മിന്ന്. ജോങ്ഹോയ്ക്ക് കൂടുതൽ സൗകര്യമാവാനായിട്ട് കട്ടിളപ്പടി എടുത്ത് മാറ്റുന്നുണ്ട്. ഫേർണിച്ചറിന്റെ ഒക്കെ എൻഡുകളെല്ലാം റൗണ്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ റൂമിലേക്ക് തീരെ വെട്ടം കടക്കാത്ത പോലെയുള്ള ഒരു ജനലായിരുന്നു. ആ ജനല മാറ്റിയിട്ട് സൺലൈറ്റ് ഉള്ളിലേക്ക് വരുന്ന പോലെ ഒരു ജനൽ വെക്കുന്നുണ്ട് മിൻ. ജോങ്ഹോയുടെ ജീവിതത്തിൽ ഇല്ലാതായി പോയ ഒരു വെളിച്ചം തിരിച്ചു കൊണ്ടുവന്നത് മിന്നായിരുന്നു. ഇപ്പൊ കുടുംബവും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടിയല്ലോ. മിൻ വീണ്ടും ജിമ്മിൽ ജോയിൻ ചെയ്ത് UFC ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് കഠിനമായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതൊരു മിക്സ്ഡ് മാർഷൽ ആർട്സിന്റെ ഒരു ചാമ്പ്യൻഷിപ്പാണ്. ബാക്കി കിട്ടുന്ന സമയത്തൊക്കെ വാട്ടർ സപ്ലൈക്ക് വേണ്ടിയിട്ടും പോയിരുന്നു. ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങളൊക്കെ മിൻ തൂത്ത് വാരിക്കൊണ്ടിരുന്നു. ഓരോ ചാമ്പ്യൻഷിപ്പ് മത്സരം കഴിഞ്ഞ് തിരിച്ചു മിൻ എത്തുമ്പോഴും ജോങ്ഹോയുടെ വക ഒരു ചെക്കിംഗ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് ജോങ്ഹോ വീട്ടിലേക്ക് തിരിച്ചു കയറ്റുക. ഈ കോമ്പറ്റീഷൻസിനൊക്കെ പോണോണ്ട് തന്നെ മിന്നിന് നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ. ബ്രെയിലി ലിപിയിൽ എഴുതിയിട്ടുള്ള ബുക്കുകളൊക്കെ വായിച്ച് മസാജിങ് പഠിച്ചിട്ട് അവന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജോങ്ഹോ. വളരെ സന്തോഷമായിട്ട് പോവുമായിരുന്നു അവരുടെ ലൈഫ്. അങ്ങനെ ഒരു ദിവസം ജോങ്ഹോ അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് മിന്നിനെ കൊണ്ടുപോകുന്നുണ്ട്. അവരുടെ നാട്ടിൽ മരിച്ചവരുടെ സാധനങ്ങളൊക്കെ വെച്ച് അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് മിന്നിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് മിന്നിനോട് അവർക്ക് എന്താ സംഭവിച്ചെന്ന് പറയുന്നുണ്ട്. ജോങ്ഹോയുടെ ഗ്രാജുവേഷന് മുന്നേ അച്ഛനും അമ്മേനെയും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് അവൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം അവളാണ് വണ്ടി ഓടിച്ചിരുന്നത്. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ ശരീരം താഴത്തേക്ക് വീഴുന്നതാണ് ജോങ്ഹോ കാണുന്നത്. ഇത് കണ്ട് പേടിച്ച് അവരുടെ വണ്ടി ആക്സിഡന്റ് ആവുന്നു. ആ ആക്സിഡന്റിലാണ് അവൾക്ക് അവളുടെ അമ്മേനെയും അച്ഛനെയും നഷ്ടപ്പെട്ടത്. അവൾക്ക് അവളുടെ കണ്ണ് നഷ്ടപ്പെട്ടതും. ഇത് കേട്ടതും മിന്നൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ട്. കാരണം അവൻ അറിയായിരുന്നു ഈ സംഭവം. പണ്ട് കാലത്ത് കടം വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കാത്ത ആൾക്കാരിൽ നിന്ന് അടിച്ച് പൈസ വാങ്ങിച്ചിരുന്നില്ലേ? അങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് പൈസ തിരിച്ചു വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം നടക്കുന്നത്. മിൻ കുറച്ചു ദൂരെ നിൽക്കുമ്പോൾ അയാള് സ്വന്തമായിട്ട് കത്തിച്ച് താഴേക്ക് ചാടുകയായിരുന്നു. മിൻ അയാളെ പിടിച്ച് രക്ഷിക്കാൻ നോക്കി, പക്ഷെ അവന്റെ കൈ വിട്ടുപോയി. അന്നുണ്ടായിരുന്ന ആക്സിഡന്റിലാണ് ജോങ്ഹോയ്ക്ക് തന്റെ കുടുംബത്തിനെ നഷ്ടപ്പെട്ടതെന്നും അവളുടെ കണ്ണ് നഷ്ടപ്പെട്ടതെന്നും ഒക്കെ അറിഞ്ഞിട്ട് അവന് വല്ലാത്തൊരു കുറ്റബോധം അവനെ വേട്ടയാടാൻ തുടങ്ങി. ഒരു ദിവസം വീട്ടില് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോങ്ഹോയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു കണ്ണില്.
അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ജോങ്ഹോയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് കണ്ണ് കാണാതിരിക്കുന്ന ഒരു അവസ്ഥയല്ല. ലൈറ്റ് എല്ലാം അവൾക്ക് തിരിച്ചറിയാൻ പറ്റും, പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇനിയും ഈ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൾക്ക് ഒരിക്കലും കണ്ണ് കാണാത്തൊരവസ്ഥയിലേക്ക്, പൂർണ്ണമായിട്ടും ഇരുട്ടിലേക്ക് അവൾ പോകും എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു ഡോണറിനെ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇനി അവർക്ക് ഉണ്ടായിരുന്നില്ല. അമേരിക്കയിൽ നിന്ന് ഒരു കോർണിയ കൊണ്ടുവരാണെങ്കിൽ അവളെ ചികിത്സിക്കാൻ പറ്റും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് ജോങ്ഹോയ്ക്ക് അറിയായിരുന്നു, പക്ഷെ അത് മിന്നിൽ നിന്ന് അവള് മറച്ചു വെച്ചിരുന്നു. ഇപ്പൊ ഡോക്ടർ പറയുമ്പോഴാണ് മിന്നിത് അറിയുന്നത്. അച്ഛനും അമ്മയും മരിച്ച ആ ഒരു അപകടത്തിൽ നിന്ന് അവൾ ഒരിക്കലും രക്ഷപ്പെടാൻ അർഹയല്ല എന്നുള്ളൊരു തോന്നല് എപ്പോഴും ജോങ്ഹോയ്ക്ക് ഉണ്ടായിരുന്നു. ഒരു കുറ്റബോധം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണില്ലാത്തതാണ് നല്ലതെന്നുള്ളൊരു അങ്ങനൊരു തോന്നൽ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കോർണിയ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരാന്നുള്ളത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അതെല്ലാം ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് മിന്ന അവളെ സമ്മതിപ്പിക്കുന്നുണ്ട്. അവളുടെ സർജറിക്കുള്ള പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തായ്ലൻഡിൽ നടക്കുന്ന ഒരു ഇല്ലീഗൽ ഫൈറ്റിൽ പങ്കെടുക്കാനായിട്ട് മിന്ന് പോകാൻ തീരുമാനിച്ചു. ഫൈറ്റിനുള്ള പണം കുറച്ച് അഡ്വാൻസ് വാങ്ങിച്ചിട്ട് ജോങ്ഹയുടെ ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ച് ഫുൾ പൈസയും കൊടുത്തിട്ടാണ് മിന്ന അവിടുന്ന് പോകുന്നത്. അങ്ങോട്ട് പോകുന്നതിന് മുന്നേ അവനെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും ഇല്ലാതാക്കിയിട്ട് വേണമായിരുന്നു അങ്ങോട്ട് പോവാൻ. ID കാർഡ് വരെ അവൻ കത്തിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. ഫേക്ക് ആയിട്ടുള്ള പാസ്പോർട്ടും പേരിലുമാണ് മിൻ തായ്ലൻഡിൽ പോയി ഇറങ്ങുന്നത്. അതൊരു അണ്ടർഗ്രൗണ്ട് ബെറ്റിംഗ് ക്ലബ് ആയിരുന്നു. ഒരൊറ്റ മാച്ചിൽ മാത്രമാണ് മിൻ അവിടെ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. മിന്നിപ്പോ നേരിടാൻ പോകുന്ന ഒപ്പോണന്റ് ഒരുപാട് പേരെ ഓൾറെഡി കൊന്നിട്ടുണ്ട് ഈ ഒരു റിംഗിൽ വെച്ചിട്ട്. ഈ ഒരു കോമ്പറ്റീഷന് യാതൊരു റൂൾസും ഇല്ല. ഒന്നുകിൽ ഒരാൾ മരിക്കണം, അല്ലെങ്കിൽ ഒരാൾ ബോധം കെട്ട് വീഴണം, എന്നാൽ മാത്രമേ ആ ഒരു ഗെയിം അവിടെ അവസാനിക്കുന്നുള്ളൂ. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് തന്നെയാണെങ്കിലും മിൻ തന്നെ ആ ഒരു കോമ്പറ്റീഷൻ ജയിക്കുന്നുണ്ട്. ആരും ഇല്ലാത്തവർക്ക് ഒരു പ്രത്യേക ധൈര്യമായിരിക്കും എന്ന് എപ്പോഴും പറയില്ലേ. അവർക്ക് മുന്നും പിന്നും ഒന്നും നോക്കാനില്ല. പക്ഷെ ഇപ്പൊ മിന്നിന് അങ്ങനെയല്ല. അവനെ കാത്തിരിക്കാനായിട്ട് ഒരാളുണ്ടായിരുന്നു. അവൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വന്നതെന്നുണ്ടെങ്കിലും ഇനി അവളൊന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പില്ലാണ്ടാണ് മിൻ ഇതിന് പുറപ്പെട്ടു വന്നത്. കൊറിയയിൽ തിരിച്ചെത്തി അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് അവളുടെ സർജറിനെ കുറിച്ച് എന്തായെന്ന് അന്വേഷിക്കുന്നുണ്ട്. സർജറി സക്സസ്ഫുൾ ആയിരുന്നു. ഈ കോമ്പറ്റീഷൻ വിൻ ചെയ്താൽ പകരമായിട്ട് കൊടുക്കുന്നത് കോടികൾ വിലമതിക്കുന്ന ഡയമണ്ട്സ് ആയിരുന്നു. അതും കൊണ്ടാണ് മിൻ വന്നുകൊണ്ടിരുന്നത്. മിന്നിനെ അവിടേക്ക് അയച്ച ആൾക്ക് ഈ ഡയമണ്ട് എല്ലാം കൈമാറിയിട്ട് അവനുള്ള പൈസ കൊടുത്ത് അവനെ സെറ്റിൽ ചെയ്യാം എന്നായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അയാളെ വിളിച്ചിട്ട് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കുറച്ച് ആൾക്കാർ വന്നിട്ട് മിന്നിനെ അറ്റാക്ക് ചെയ്ത് ഡയമണ്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. 2-3 പ്രാവശ്യം അവനെ കുത്തിയിട്ടാണ് അവരവിടെ നിന്ന് പോകുന്നത്. ഓൾറെഡി കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മിൻ വന്നത്. അവരെ നേരിടാൻ അവന് പറ്റിയില്ല. മിൻ അവിടെ വീണു പോവാണ്. സർജറി കഴിഞ്ഞതിന് ശേഷം മിന്നിനെ മാത്രമേ കാണാൻ പാടുള്ളൂ, മിന്നിനെ മാത്രമേ കണ്ടുകൊണ്ടിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജോങ്ഹോ ഹോസ്പിറ്റലിലേക്ക് പോയത്. പക്ഷെ അവളുടെ സർജറി കഴിഞ്ഞപ്പോ അവൾക്ക് അവനെ കാണാൻ പറ്റിയില്ല. യാതൊരു വിവരവും ഇല്ല. എവിടേക്ക് പോയിന്നോ ഒന്നും അറിയില്ല. അവനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ. എവിടെയെന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാനാ. ജോങ്ഹോ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരതൊന്നും സ്വീകരിക്കുന്നില്ല. അവര് താമസിച്ചിരുന്ന ബിൽഡിംഗ് ഒക്കെ ഡിമോളിഷ് ചെയ്തിട്ട് വേറെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ അവിടെ വരാൻ പോവാണ്. അതുകൊണ്ട് ജോങ്ഹോ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറുമായിരുന്നു. അതിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മിന്നിന് ഒരു പാഴ്സൽ അങ്ങോട്ട് വരുന്നത്. അതൊരു ഓർഫനേജിലെ ആയിരുന്നു. ഓർഫനേജിലെത്തുമ്പോൾ അവൻ വളർന്ന ഓർഫനേജിലെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ സംഭവത്തില് തീ പിടിച്ച് താഴത്തേക്ക് ചാടിയ ആ ആളും അവിടെ ഉണ്ടായിരുന്നു. ശരീരത്തിലൊക്കെ ഒരുപാട് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നെങ്കിലും അയാൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. മിന്നാണ് അയാളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. ജോങ്ഹോ അവിടെ ചെല്ലുമ്പോൾ എല്ലാ കാര്യങ്ങളും അയാള് ജോങ്ഹോയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവന്റെ പാസ്റ്റിനെ മുഴുവനായിട്ടും അവൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളുടെ സ്നേഹം ഇതൊന്നും കേട്ടാ ഇല്ലാതാവുന്നതായിരുന്നില്ല. അവൾക്ക് ഒരുപാട് അവനെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും അവൾക്ക് തൊട്ടു നോക്കി അവന്റെ മുഖം അറിയാലോ. അത് വെച്ചിട്ട് അവൾ ഒരു സ്കൾപ്ചർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾക്കതൊന്നും സാധിക്കുന്നില്ല. കുറച്ചു നാളുകൾക്ക് ശേഷം ജോങ്ഹോ ഒരു ഷോപ്പില് ജോലിക്ക് കയറുന്നുണ്ട്. പാത്രങ്ങളും ആർട്ട് വർക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമായിരുന്നു അത്. പറ്റുന്ന സമയത്തൊക്കെ ഒരു വോളണ്ടറി സർവീസ് പോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ആളുകൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാറുമുണ്ടായിരുന്നു, ഈ കിടപ്പിലായ രോഗികൾക്കൊക്കെ. അങ്ങനെ ഒരു ദിവസം ജോങ്ഹോ ഹോസ്പിറ്റലിലുള്ളപ്പോ അവിടുത്തെ ഒരു ബെഡില് മിന്നുണ്ടായിരുന്നു. അവളുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അവൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ജോങ്ഹോ ഒരിക്കൽ പോലും അവനെ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അവൾക്ക് അവനെ മനസ്സിലാവുന്നില്ല. തീരെ അവശനായ നിലയിലായിരുന്നു മിന്നുണ്ടായിരുന്നത്.
അവൻ അവളോട് ഒന്നും മിണ്ടിയില്ല. അവന്റെ അവസ്ഥ അത്രയും മോശമായിരുന്നു. ഒരുപാട് ക്ഷീണിച്ച അവസ്ഥയിലായിരുന്നു അവൻ. നീങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അവന്. അവൾ അവന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തോ അവന്റെ ഒപ്പമുള്ളപ്പോ എന്തോ ഒരു വ്യത്യസ്ത ഫീലിംഗ് അവൾക്ക് വന്നപ്പോ അവൾ അവന്റെ പേര് നോക്കി. പക്ഷേ മിൻ തായ്ലൻഡിലേക്ക് പോയപ്പോ അവൻ വേറെ ഐ ഡി കാർഡും ഫേക്ക് ആയിട്ടുള്ള ഒരു പേരിലാണല്ലോ പോയത്. ആ പേരായിരുന്നു അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നെ. അവൾ അവന്റെ അടുത്തുണ്ടായിരുന്ന ഓരോ നിമിഷവും അവൻ വിങ്ങി പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഉള്ളില്. അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ ഒരു വേദന. അപ്പോഴും അവൻ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ പുഴയുടെ കരയിന്ന് ജോങ്ഹ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കല്ല്. മിൻ റിക്കവർ ആയതിനു ശേഷം ജോങ്ഹ ജോലി ചെയ്യുന്ന ഷോപ്പിലേക്ക് വരുന്നുണ്ട്. അവൾ അവിടെ ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട്. അവിടെ വന്ന് നോക്കുമ്പോ മിന്ന് വളർത്തിയിരുന്ന ഒരു ആമ അതവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ജാസ്മിൻ പ്ലാന്റ് വാങ്ങിച്ചിട്ടാണ് മിൻ പോകുന്നത്. അവിടെ നിന്ന് ഇറങ്ങി മിൻ നടന്നുകൊണ്ടിരിക്കുമ്പോ ആ പരിസരത്ത് തന്നെ ജോങ്ഹയും ഈസിയും ഉണ്ടായിരുന്നു. അവന് പെട്ടെന്ന് തന്നെ മിന്നിന്റെ പ്രസൻസ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റി. അവൻ ജോങ്ഹയുടെ അടുത്തുനിന്ന് ഓടി വന്ന് മിന്നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മിന്നൊരു ക്രച്ച് യൂസ് ചെയ്ത് ഞൊണ്ടിയാണ് നടന്നിരുന്നത്. എല്ലാം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഈസി വന്ന് അവനെ സ്നേഹിക്കാനായിരുന്നു. പക്ഷെ മിന്ന അവിടെ വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ജോങ്ഹ ഓടി വരുന്നുണ്ട്. ഈസിയുടെ ഈ സ്നേഹപ്രകടനം കണ്ടിട്ട് അവനെ ഉപദ്രവിക്കുകയാണെന്നാണ് ജോങ്ഹ വിചാരിച്ചത്. അവനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറ്റുന്നുണ്ട്. മിന്നിനെ മുന്നേ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നോണ്ട് ജോങ്ഹ അവനെ തിരിച്ചറിയുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ആളല്ലേ അങ്ങനെ ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ എന്തെങ്കിലും സംസാരിച്ച ജോങ്ഹ തിരിച്ചറിയുന്നുള്ളതുകൊണ്ട് ഒന്നും പറയാണ്ട് അവൻ അവിടുന്ന് എത്രയും പെട്ടെന്ന് പോവാണ്. ഈസി അപ്പോഴും അങ്ങോട്ടേക്ക് പോവാനായിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മിന്നിന്റെ അടുത്തേക്ക്. ഈസിനെ ഒരുവിധം സമാധാനിപ്പിച്ചിട്ട് ഷോപ്പിലേക്ക് കൊണ്ടുവന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പോ ജോങ്ഹ വെച്ചിട്ട് പോയ ആമേനെ കാണാനില്ല. ഈസി ഇപ്പോഴും മിന്നിന്റെ അടുത്തേക്ക് പോകാനായിട്ട് തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ജോങ്ഹയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നത്. ഇങ്ങനെ ഒരാൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഷോപ്പിന്റെ ഓണറിനോട് അവൾ ചോദിക്കുന്നുണ്ട്. വന്നിട്ടുണ്ടായിരുന്നു, ഒരു ജാസ്മിൻ പ്ലാന്റും വാങ്ങിച്ചിട്ടാ പോയെന്ന് പറയുമ്പോ ജോങ്ഹയ്ക്ക് സംശയങ്ങളൊക്കെ ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തന്നെ അവള് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് അവനെ അന്വേഷിച്ചിട്ട്. മിന്ന അപ്പോഴേക്കും അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. എങ്ങോട്ടാ പോണ്ടേ, എവിടെയാ നോക്കണ്ടേ ഒന്നും അറിയില്ല. അവളിങ്ങനെ ആ മാർക്കറ്റ് മുഴുവൻ ഓടി നടന്നു. പക്ഷെ അവൾക്ക് അവനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കണ്ണിന്റെ മുന്നില് വീണ്ടും അവനെ കാണാൻ സാധിച്ചിട്ടും മിസ്സായി പോയല്ലോ എന്നുള്ള ഒരു വിഷമം കൊണ്ട് അവള് ഏങ്ങലടിച്ച് കരയാണ് അവിടെ ഇരുന്ന്. ഇനി എങ്ങോട്ട് പോയി അന്വേഷിക്കുന്നറിയാണ്ട് ജോങ്ഹ അവരെപ്പോഴും പോയിരിക്കാറുള്ള ആ റിവറിന്റെ അവിടേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ മിന്നുണ്ടായിരുന്നു. സർജറി കഴിഞ്ഞിട്ടും കാണാൻ പറ്റാഞ്ഞതിന്റെ പരാതിയും പരിഭവങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവൾക്ക്. അങ്ങനെ അവരവിടെ വെച്ച് വീണ്ടും ഒന്നിച്ചു. ഒറ്റപ്പെടലിൽ ആഴ്ന്ന് ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന രണ്ട് ജീവിതങ്ങളായിരുന്നു അവരുടെ. അവര് രണ്ടുപേരും പെർഫെക്റ്റ് ആയിരുന്നില്ല. അതിലൂടെ തന്നെയായിരുന്നു അവര് രണ്ടുപേരും ഒരുമിച്ചതും. രണ്ടുപേരും തമ്മി അവര് ഹീൽ ചെയ്യാണ് ചെയ്തത്. ജീവിതം വീണ്ടും സുന്ദരമാവാൻ പറ്റും എന്ന് അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞത് അവർ രണ്ടുപേരും ഒരുമിച്ചപ്പോഴാണ്. അതങ്ങനെയാ, ചിലര് വന്നാ നമ്മുടെ ജീവിതം അത്രയധികം മാറും. അങ്ങനെ ഒരാള് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലോകത്തെ വേറൊരു രീതിയിൽ നിങ്ങളെ കാണാൻ പഠിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരാള്?